ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ്. അപ്പോൾ ചുവന്ന ചീര കൊണ്ട് നമ്മൾ തോരനും ഒഴിച്ചുകറിയും ഒക്കെ തയ്യാറാക്കാറുണ്ടല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ലൊരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. സൂപ്പർ റെസിപ്പിയാണ്. ഈ ഒരൊറ്റ ഐറ്റം മതിയായിട്ട് നമുക്ക് ഒരു പറ ചോറുണ്ണാനെന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു പ്ലേറ്റ് ഫുള്ളായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് ഈ ഒരു ഐറ്റം മാത്രം മതി. നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാം. ഒരു കൈപ്പിടി കീര മാത്രം മതി കേട്ടോ. കീര അറിയാമല്ലോ, ചുവന്ന ചീരയിലാണ് എല്ലാ ഗുണങ്ങളും ഉള്ളത്. കാൽസ്യം ഉണ്ട്, ഇരുമ്പുണ്ട്, അതുകൂടാതെ വൈറ്റമിൻ എ, സി, കെ എല്ലാം അടങ്ങിയിട്ടുള്ളത് കീരയിലാണ് കേട്ടോ. അതുകൊണ്ട് കിട്ടിയാൽ ഒട്ടും മടിക്കാതെ നമുക്കിതാ അടിപൊളി ഈ റെസിപ്പി തയ്യാറാക്കി നോക്കാം കേട്ടോ. അപ്പം ഒരു കൈപ്പിടി കീര കൊണ്ട് നമുക്കിതാ ഒരു അടിപൊളി റെസിപ്പി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ചെറിയൊരു മൺചട്ടിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. കൂടാതെ അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. കൂടാതെ ഒരു 10-12 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനോടൊപ്പം തന്നെ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാമേ. നമ്മുടെ എരിവിനനുസരിച്ച് വറ്റൽമുളക് നമുക്ക് കൂട്ടിയോ കുറച്ചോ ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. എന്നാലും 2 എണ്ണം നമുക്ക് വേണമെങ്കിലോ, നല്ല അത്യാവശ്യം എരിവിനായിട്ട്. അപ്പോൾ നമ്മൾ 2 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഞാൻ ഇവിടെ ചെറുതായിട്ടൊന്ന് പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ട് നമുക്ക് നല്ലോണം അതൊന്ന് വഴറ്റിയെടുക്കാമേ. ഒരുപാട് സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് അത് തന്നെ വഴണ്ട് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 10-15 വെളുത്തുള്ളിയല്ല, ചെറിയ ഉള്ളി കേട്ടോ, ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാമേ. വഴറ്റിയെടുത്തതിന് ശേഷം അത് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് ഇതേപോലെ അങ്ങ് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്ത് അതും കൂടെ നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാമേ. എല്ലാം കൂടെ നല്ലോണം ഒന്ന് വഴറ്റി നിന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കീര ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഒരു 2 കൈപ്പിടി അളവ് കീര എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതേപോലെ ചെറുതായിട്ട് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാമേ. ഇട്ട് കൊടുത്ത് നമുക്ക് അത്യാവശ്യം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നീട് നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാമേ. അപ്പം ഞാൻ ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് വേകാൻ ആവശ്യത്തിനായിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാമേ. വെള്ളം നല്ല രീതിയിലൊന്ന് വറ്റി വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ട് വെള്ളത്തിന്റെ അംശം വേണം, കാരണം നമുക്കിതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചുവന്ന കീര കിട്ടിയാൽ നമ്മൾ വിടാതെ എന്ത് വേണമെങ്കിലും തയ്യാറാക്കി കഴിക്കാം കേട്ടോ. സൂപ്പറാണ്. അതുകൂടാതെ തന്നെ ഈ ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങൾ ഉറപ്പായും തയ്യാറാക്കി നോക്കണം കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ആർക്കായാലും ഇഷ്ടപ്പെടും കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആണ്. ഇതേപോലത്തെ ഒരു ഐറ്റം എന്തായാലും നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റം മാത്രം മതി കേട്ടോ നമുക്ക് ചോറുണ്ണാനായിട്ട്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ കീര ഒന്ന് വെള്ളം ഒഴിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. എരിയും പുളിയും ഉപ്പും ഒക്കെ കൂടെ ചേർന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കണ്ടല്ലോ, വെള്ളമൊക്കെ അത്യാവശ്യം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. എന്നാൽ ഈ വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടും താനും കേട്ടോ. ഈ ഒരു പരുവത്തിൽ വേണേ നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ചൂടൊന്ന് ആറിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് അരച്ചെടുക്കാമേ. ഇനി അരയ്ക്കുന്നതിന് പകരം നിങ്ങൾക്ക് നല്ലോണം ഒന്ന് ചതച്ചെടുത്താൽ മതിയെങ്കിൽ അതും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ചൂട് ഒന്ന് മാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാമേ. അപ്പോൾ നല്ലോണം ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാമേ. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ ഏകദേശം അത് നല്ല രീതിയിലൊന്ന് അരഞ്ഞു കിട്ടുവേ. അത് മതിയാവും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുന്നതിന് പകരം ചെറുതായിട്ട് നമുക്കിതൊന്ന് നമ്മൾ ഈ കടഞ്ഞെടുക്കുക എന്ന് പറയില്ല, ആ ഒരു രീതിക്ക് നമ്മളിതൊന്ന് നല്ല രീതിയിലൊന്ന് ഉടച്ചെടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഏതാണോ നിങ്ങളുടെ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്യാമേ. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് കേട്ടോ. മസ്റ്റായിട്ടും ഇത് കഴിച്ചിട്ടില്ലാത്തവർ കഴിച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ചോറിനോടൊപ്പമൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എരിവും പുളിയും ഉപ്പും ഒക്കെ ചേർന്ന ഒരു അടിപൊളി കറിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഇവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എരിവിനനുസരിച്ച് നമുക്ക് മുളകൊക്കെ കൂട്ടിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ 2 എണ്ണമാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്കൊരു 3-4 മുളക് ഇട്ട് കൊടുക്കാമേ. അപ്പോൾ ഇവിടെ നല്ലോണം ഒന്ന് അരച്ചെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
കേട്ടോ. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് താളിച്ചും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി ഒരു ചീര കൊണ്ടുള്ളൊരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് താളിച്ചൊഴിക്കാം. അപ്പോൾ നമുക്ക് ഈ സമയം നമുക്കിതിൽ ഉപ്പൊന്ന് നോക്കാം കേട്ടോ. ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാമേ. കടുക് നല്ലോണം ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ തോടുള്ള ഉഴുന്ന് പരിപ്പാണ് ഇട്ടിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് 1 ടീസ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാമേ. അതും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം നമുക്കിനി ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കീരയിലോട്ട് നമുക്കിതങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ്. നമ്മൾ സാധാരണ ചുവപ്പ് ചീര കിട്ടുന്ന സമയത്ത് നമ്മൾ തോരനും ഒഴിച്ചുകറിയൊക്കെ നമ്മൾ തയ്യാറാക്കാറുണ്ടല്ലേ. അപ്പോൾ ഇതേപോലെ ഒരു ചമ്മന്തി നിങ്ങൾ തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് രക്തക്കുറവൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയ ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. മസ്റ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്തെന്നുള്ളത് കമൻറ്റ് ചെയ്യണം. ഇതുപോലെ തന്നെ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പീസൊക്കെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കയറിക്കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം.